ഹായ് ഹലോ എല്ലാവരും വിഷുവൊക്കെ ആഘോഷിച്ചെന്ന് വിചാരിക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ആയിട്ടും അതേപോലെ ആങ്സൈറ്റിയോടെയും നമ്മൾ നോക്കുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ സ്കിൻ കെയർ എന്ന് പറയുന്നത്. ഈ സ്കിൻ കെയറിൽ നമ്മൾ കുറേ പ്രോഡക്റ്റുകൾ അല്ലെ കുറേ ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ പ്രാധാന്യം എന്താണെന്ന് നമുക്കറിയണ്ടേ? നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത്? വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഹാംഫുൾ അല്ലാത്ത കെമിക്കലൊന്നും ഇല്ലാത്ത സേഫ് ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്യൂട്ടി കെയർ ആണ് നമ്മളൊക്കെയും സ്കിൻ കെയർ ആണ് നമ്മളൊക്കെയും ആഗ്രഹിക്കുന്നത്. അതിലായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരു സാധനമാണ് മോയ്സ്ചറൈസർ എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നല്ല ഹോം മെയ്ഡ് മോയ്സ്ചറൈസറാണ്, കെമിക്കൽ ഫ്രീ മോയ്സ്ചറൈസറാണ്. അതിനകത്തേക്ക് നമ്മൾ ഉൾക്കൊള്ളിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തെന്ന് പറഞ്ഞാൽ ഫ്ലാക്സീഡ് ഉണ്ട്, മിൻറ്റ് ലീഫ് ഉണ്ട്, അലുവേറ ഉണ്ട്, അലുവേറ പ്ലാന്റിൽ നിന്നെടുത്ത ജെല്ലുണ്ട്, നാച്ചുറൽ പ്യുവർ അലുവേറ, ഗ്ലിസറിൻ, കോക്കനട്ട് ഓയിൽ, ജോജോബ ഓയിൽ, ഇങ്ങനത്തെ കുറേ ഐറ്റംസ് ആണ് നമ്മൾ അതിനകത്ത് ഉപയോഗിക്കുന്നത്. ഇതിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഗ്ലിസറിൻ എന്ന് പറഞ്ഞ സാധനം എല്ലാ സ്കിൻ കെയർ പ്രോഡക്റ്റുകളിലും ഉള്ള ഒരു ഐറ്റമാണ്. ഈ ഗ്ലിസറിനുള്ള പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിലുള്ള മോയ്സ്ചറിനെ നിലനിർത്താൻ, അതായത് വാട്ടറിനെ നമ്മുടെ സ്കിന്നിലോട്ട് ചേർത്ത് നിർത്താൻ ഒരുപാട് കഴിവുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ഗ്ലിസറിൻ എന്ന് പറയുന്നത്. നമ്മളുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് ചുവന്ന് തുടുത്ത കവിളും ഒരു തുടുത്ത ഫേസും നല്ല എന്താ പറയുക ഉന്മേഷം തോന്നുന്ന ഐശ്വര്യമുള്ള ഒരു ഫേസ്. സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ആക്ച്വലി അത് തന്നെയാണ് കൊറിയൻ സ്കിൻ കെയർ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. കാരണം അവരുടെ സ്കിന്ന് അവരുടെ ഫേസ് നല്ല പ്ലംബി ആയിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല എന്താ പറയണ്ടേ നല്ല ചുവന്ന തക്കാളി പോലെ ഇരിക്കുന്ന ഒരു ഫേസാണ് കൊറിയൻ പീപ്പിളിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് കൊറിയൻ സ്കിൻ കെയർ അത്രയ്ക്കും ഫേമസ് ആയത്. നമ്മൾ ഈ സ്കിൻ കെയറിൽ ഉപയോഗിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് സാൻഡൽവുഡ് പൗഡർ. സാൻഡൽവുഡ് പൗഡറിൻ്റെ ഉപയോഗം എന്തൊക്കെയാണ് സ്കിൻ കെയർ അല്ലെങ്കിൽ സ്കിൻ കെയറിൽ സാൻഡൽവുഡ് പൗഡറിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സാൻഡൽവുഡ് പൗഡർ നമ്മുടെ സ്കിന്നിനെ വൈറ്റ് ആക്കാനും ഇറിറ്റേഷൻ ഇല്ലാതെ നോക്കാനും സ്കിൻ ബ്രൈറ്റ് ആയിട്ട് വയ്ക്കാനും ആക്നെ ഇല്ലാതെ കാത്തു സൂക്ഷിക്കാനും നമ്മുടെ സാൻഡൽവുഡ് പൗഡർ നമ്മളെ സഹായിക്കുന്നു. അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഫ്ലാക്സീഡ് ആണ്. ഫ്ലാക്സീഡിന് ഒരുപാട് ഉപയോഗമുണ്ട്, ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് നമ്മുടെ സ്കിൻ കെയർ എന്ന് പറയുന്ന റോളിലേക്ക്. ഫ്ലാക്സീഡ് നമ്മുടെ ആൻറ്റി ഏജിങ്ങിന് ഒരു നല്ല പ്രോപ്പർട്ടിയാണ്. അത് മാത്രമല്ല നമ്മുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി കൂടുതലാക്കാനും നമ്മുടെ ചർമ്മത്തിലേക്ക് അതിൻ്റെ ഈർപ്പത്തെ നമുക്ക് നിലനിർത്താനും. ചിലർക്കൊക്കെ ഇങ്ങനെ മുഖം വീങ്ങി വരത്തില്ലേ, വണ്ണമൊന്നുമില്ലെങ്കിലും ഫേസ് മാത്രം കവിള് മാത്രം വീർത്തിരിക്കുന്ന മുഖം വീങ്ങിയിരിക്കുന്നവർക്ക് അങ്ങനെയുള്ള നമ്മുടെ മുഖത്തിൻ്റെ ആ ഒരു ഇൻഫ്ലമേഷൻ ഇല്ലാതാക്കാനും ഈ ഫ്ലാക്സീഡ് സഹായിക്കുന്നുണ്ട്. അതായത് ഫ്ലാക്സീഡ് നമ്മുടെ സ്കിന്നിൻ്റെ ഹൈഡ്രേഷനെ ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു, നമ്മുടെ ചർമ്മത്തിൻ്റെ ഇലാസ്റ്റിസിറ്റി കൂടുതലാക്കാൻ സഹായിക്കുന്നു, അതായത് എൻഹാൻസ് ചെയ്യാൻ സഹായിക്കുന്നു. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഫ്ലാക്സീഡും നമ്മൾ ഇന്നത്തെ മോയ്സ്ചറൈസറിൽ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. പിന്നെ നമ്മൾ മെയിനായിട്ട് ഇതിനകത്ത് ഇടുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അലുവേറ പ്ലാന്റിൽ നിന്ന്, നമ്മുടെ വീട്ടിൽ നിന്ന് എടുത്ത അലുവേറ പ്ലാന്റിൽ നിന്നും എടുത്ത അലുവേറ ജെല്ലാണ്. നമുക്ക് അലുവേറ ജെൽ നമ്മുടെ സ്കിന്നിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ആക്നെ റെഡ്യൂസ് ചെയ്യാൻ, ഡാർക്ക് സർക്കിൾ ഇല്ലാതാക്കാൻ, നമ്മളുടെ ഏജിങ്, ഫൈൻ ലൈൻസ്, റിങ്കിൾസ് ഒക്കെ ഇതൊക്കെയും ഫ്ലാക്സീഡും അലുവേറ ജെല്ലും തന്നെ ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മുടെ സ്കിന്നിൻ്റെ ഹൈഡ്രേഷൻ നിലനിർത്താനായിട്ട്, നമ്മുടെ സ്കിന്നിന് സൺ പ്രൊട്ടക്ഷൻ തരാനായിട്ടൊക്കെ നമ്മുടെ അലുവേറ പ്ലാന്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് മിൻറ്റ് ലീഫ്. മിൻറ്റ് ലീഫിനുള്ള ഒരു പ്രധാന ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിനെ ടോണായിട്ട്, അതൊരു ഇറ്റ്സ് എ ടോണർ ഫോർ അവർ സ്കിൻ. നല്ലൊരു ടോണറാണ് മിൻറ്റ് ലീഫ്, ക്ലെൻസറാണ് മിൻറ്റ് ലീഫ്. നമ്മുടെ സ്കിന്നിനെ കൂളായിട്ട് വെക്കുന്നു. ഒത്തിരി സമ്മറൊക്കെ ആകുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിലേക്ക് ഉണ്ടാകുന്ന ഇറിറ്റേഷൻ അല്ലെങ്കിൽ റാഷസ് ഒന്നുമില്ലാതെ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് മിൻറ്റ് ലീഫ് സഹായിക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ചേർക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കോക്കനട്ട് ഓയിൽ. കോക്കനട്ട് ഓയിൽ ആക്നെ പ്രിവെൻറ്റിംഗ് ഏജന്റ് ആണ്. നമ്മുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി വർദ്ധിപ്പിക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. നമ്മുടെ സ്കിന്നിലേക്കുള്ള കൊളാജിൻ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാനായിട്ട് ഈ കോക്കനട്ട് ഓയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ഡാർക്ക് സർക്കിൾസും നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന സ്കാർസും ചെറിയ ചെറിയ വൂൺസും നമ്മുടെ മുഖക്കുരു കൊണ്ടുണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളും എല്ലാം ക്യൂർ ആക്കാനായിട്ട് നല്ല ഒരു പ്രോഡക്റ്റാണ് ഈ കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്നത്. പിന്നെ കോക്കനട്ട് ഓയിൽ തേച്ചിട്ട് അധികം വെയിലത്ത് പോകാതിരിക്കുക. നിങ്ങൾ വളരെ സെൻസിറ്റീവ് സ്കിന്നുള്ള ആൾക്കാരാണെങ്കിൽ കോക്കനട്ട് ഓയിൽ ഉപയോഗിച്ചിട്ട് അധികം ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ചേർക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ജോജോബ ഓയിൽ എന്ന് പറയുന്നത്. അത് ഫൈറ്റിംഗ് റിങ്കിൾസ് അഗെയിൻസ്റ്റ് ഫൈൻ ലൈൻസിന്, നമ്മുടെ
നമ്മുടെ മുഖത്തുണ്ടാകുന്ന ചുളിവുകളെയും നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന റിങ്കിൾസിനെയും ഫൈൻ ലൈൻസിനെയും ആക്നെയും നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന കുറച്ച് ഹൈപ്പർ പിഗ്മെൻറ്റേഷനെയും എല്ലാം റെഡ്യൂസ് ചെയ്യാനായിട്ട് ഈ ഫുൾ ഇൻഗ്രീഡിയൻസും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ജോജോബ ഓയിൽ. നിങ്ങൾ ഇതിലേതെങ്കിലും ഒന്ന് ഉപയോഗിച്ചാലും മതി, രണ്ടും ഉപയോഗിച്ചാലും നല്ല ഓവർ മോയ്സ്ചർ കണ്ടൻറ്റ് നമ്മുടെ ഫേസിൽ നിലനിർത്താനായിട്ട് ഇതൊക്കെ സഹായിക്കും. കോക്കനട്ട് ഓയിൽ മാത്രമാണ് അവൈലബിൾ എന്നുണ്ടെങ്കിൽ അത് മാത്രം ഉപയോഗിച്ചാലും മതി. ജോജോബ ഓയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ കിട്ടും, ഉണ്ടെന്നുണ്ടെങ്കിൽ അത് രണ്ടും ഉപയോഗിക്കാം. ഇല്ല കോക്കനട്ട് ഓയിൽ നിങ്ങൾക്ക് ഭയങ്കര സെൻസിറ്റീവ് സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ജോജോബ ഓയിൽ മാത്രം ഉപയോഗിച്ചാലും മതി. അടുത്തായിട്ട് നമ്മുടെ ഈ മോയ്സ്ചറൈസറിലേക്ക് സ്റ്റെബിലൈസേഷൻ കിട്ടാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് സാന്താൻ ഗം എന്ന് പറയുന്നത്. ഇത് ഫെർമെൻറ്റഡ് ഷുഗറിൽ നിന്നും എടുക്കുന്ന ഒരു സാധനമാണ്. ഷുഗർ ഈസ് ഹാവിങ് എ മേജർ റോൾ ഇൻ സ്കിൻ കെയർ. ഇത് ഫെർമെൻറ്റഡ് ഷുഗറിൽ നിന്നും എടുക്കുന്ന ഒരു സാധനമാണ്. ഈ സാന്താൻ ഗം എങ്ങനെയാണ് നമ്മുടെ സ്കിന്നിൽ എങ്ങനെയാണ് നമുക്ക് ബെനിഫിഷ്യൽ ആകുന്നതെന്ന് ഞാനൊന്ന് പറയാം. ഈ സാന്താൻ ഗമ്മിലുള്ള ഹൈ വാട്ടർ കണ്ടൻറ്റ് നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ഡ്രൈനെസ്സിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പോൾ സാന്താൻ ഗമ്മ് നിറയെ ഷീറ്റ് മാസ്കുകളിലും ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് കോസ്മെറ്റിക് പ്രോഡക്ട്സിൽ. ഇതിൻ്റെ ഒരു സൂത്തിങ് ഏജൻറ്റ്, കൂളിംഗ് ഏജൻറ്റ് നമ്മുടെ സ്കിന്നിന് നല്ല കളർ തരാനും സ്കിന്നിലുള്ള മാർക്കുകളെ മാറ്റാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. നമ്മളിന്നുണ്ടാക്കുന്ന ഈ മോയ്സ്ചറൈസർ ഈ എല്ലാ പ്രോഡക്റ്റുകളും ചേർന്നുള്ള ഒരു സൂപ്പർ കോംബോ ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ്. സോ ഇത് നിങ്ങൾക്ക് സ്കിന്നിൽ ഉപയോഗിക്കാം, ഫേസിൽ ഉപയോഗിക്കാം, കയ്യിലെ റിങ്കിൾസിന് ഉപയോഗിക്കാം, കഴുത്തിലെ ബ്ലാക്ക് മാർക്കിന് ഉപയോഗിക്കാം. പിന്നെ നിങ്ങൾക്കിത് ഹെയറിലും അപ്ലൈ ചെയ്യാം. അതായത് നിറയെ ഡ്രൈ സ്കാൽപ്പുള്ളവർക്ക്, അങ്ങനെയൊക്കെയുള്ളവർക്ക്, അല്ലെങ്കിൽ വിയർത്തിട്ട് ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് കുറച്ച് ഇറിറ്റേഷൻ ഉണ്ടെങ്കിൽ കുളിക്കാൻ പോകുന്നതിന് മുന്നേ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്കത് വാഷ് ചെയ്യാവുന്നതാണ്. എപ്പോഴും ഞാൻ പറയുന്ന പോലെ ക്ലീൻ ഫേസിൽ മാത്രമേ എന്തും അപ്ലൈ ചെയ്യാവുള്ളൂ. ഇതൊക്കെ ഉപയോഗിക്കുന്നതിന് മുന്നേ ഈവൻ സാൻഡൽവുഡ് ആണെങ്കിൽ കൂടെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു പാച്ച് ടെസ്റ്റ് നടത്താൻ ഒരിക്കലും മറക്കരുത്. കാരണം എല്ലാവരുടെയും സ്കിൻ ടൈപ്പും എല്ലാവരുടെയും ഹോർമോണൽ ബാലൻസും നമ്മുടെ ശരീരത്ത് പലതായിരിക്കും. നമ്മുടെ തന്നെ ശരീരത്തിൻ്റെ കണ്ടീഷൻസ് പല സമയത്ത് പലതായിരിക്കും. ചിലപ്പോൾ ഇപ്പം നമുക്ക് കറക്റ്റായിട്ടുള്ള ഷാമ്പു ഒരു 6 മാസം 1 ഇയർ കഴിഞ്ഞിട്ട് നമുക്ക് കറക്റ്റ് ആകണം എന്നില്ല. അതുകൊണ്ട് ഉപയോഗിക്കുന്നതിന് മുന്നേയും ഒരു ചെറിയ പാച്ച് ടെസ്റ്റ് നടത്തിയിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. നമ്മളിന്ന് നല്ലൊരു മോയ്സ്ചറൈസർ ഉണ്ടാക്കാൻ പോവുകയാണ്. അതിലേക്ക് നമുക്ക് വേണ്ട സാധനങ്ങളാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. ഫസ്റ്റ് വേണ്ടത് അലോവേറ ജെല്ലാണ്, പിന്നെ ഫ്ലാക്സ് സീഡ്, ഇത് കുറച്ച് പുതിന ഇല ഞാൻ ഉണങ്ങി വെച്ചിട്ടുണ്ട്. അടുത്തത് സാന്താൻ ഗം എന്ന് പറഞ്ഞൊരു ഗമ്മാണ്. ഇതിനെക്കുറിച്ച് ഞാൻ വീഡിയോയിൽ പറയാം, ഇത് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും. പിന്നെ വൈറ്റമിൻ ഇ ഓയിലുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് കോക്കനട്ട് ഓയിൽ കൂടി ഇതിനകത്ത് ചേർക്കും. നമുക്കിതെല്ലാം കൂടെ എങ്ങനെയാണ് മോയ്സ്ചറൈസർ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ മോയ്സ്ചറൈസറിലേക്കുള്ള അലോവേറ ആണ്. ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. അലോവേറ പ്ലാന്റ് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 5 to 6 hours മുക്കി വയ്ക്കുകയാണെങ്കിൽ ബെറ്ററാണ് കേട്ടോ. ഞാനൊരു 6 മണിക്കൂറാണ് മുക്കി വയ്ക്കാൻ പോകുന്നത്. നമ്മളുടെ മോയ്സ്ചറൈസറിന് വേണ്ടിയിട്ട് അലോവേറയാണ്. ഇത് ഞാനൊരു 6 hours വെള്ളത്തിൽ വെച്ചതാണ്. ഇത് കണ്ടോ എത്രമാത്രം കറ ഈ വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ടുണ്ടെന്ന്. ഇതുപോലെ ഇതിൻ്റെ കറ എടുത്ത് കളയണം കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് മുഖമൊക്കെ ചൊറിയും. ഇതിൻ്റെ സൈഡിൽ ഇതുപോലെ നല്ല ഷാർപ്പ് മുള്ളുണ്ട്. സോ നമുക്കത് ഫസ്റ്റ് റിമൂവ് ചെയ്യാം. ഞാൻ ഇതുകൊണ്ടാണ് റിമൂവ് ചെയ്യുന്നത്. ഇതുപോലെ എല്ലാ ലീഫിനെയും നമുക്ക് റിമൂവ് ചെയ്യാം. എൻ്റെ കയ്യിലുള്ള പ്ലാന്റ് കുറച്ച് വലിയ അലോവേറ ചെടിയാണ്, 2-3 എണ്ണം ഉണ്ട്. നിങ്ങളുടെ കയ്യിൽ ഉള്ളതിൻ്റെ ജെല്ലെടുക്കുക. ഓക്കെ, നമുക്കിത് കട്ട് ചെയ്തിൻ്റെ ജെല്ലെടുക്കാം. നമുക്ക് ഈ ജെല്ല് എടുക്കാം. പിന്നെ നമുക്കിങ്ങനെ ഇതാണ് ജെല്ല്. ഓക്കെ, ഇതുപോലെ ഫുള്ള് ജെല്ല് നമുക്ക് എടുക്കാം.
ഒട്ടും തന്നെ ഈ പച്ച കളർ ഇല്ലാതെ ഇതുപോലെ ജെൽ എടുക്കണം. നിങ്ങൾ എടുത്തു കഴിഞ്ഞ് പച്ച കളർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യണം. ഓക്കെ, ഞാനിപ്പോൾ ഈ എടുത്ത ജെല്ലിനെ അന്നേരം തന്നെ വെള്ളത്തിലേക്ക് മാറ്റുവാണ്. ചെറിയ ചെറിയ പച്ച കളറൊക്കെ നമ്മൾ കത്തി വെച്ചെടുക്കുമ്പോൾ ഉണ്ടെങ്കിൽ ഒട്ടും തന്നെ ഈ ഗ്രീൻ കളർ പാടില്ല. ഓക്കെ, ഞാൻ ഇതിനെ ഇപ്പോൾ തന്നെ വെള്ളത്തിലേക്ക് മാറ്റുവാണ്. ഇനിയുണ്ട് 2 ലീഫിൻ്റെ എടുക്കാൻ. ഞാൻ എടുത്തത് ഒന്ന് വെള്ളത്തിലേക്ക് മാറ്റി ഒന്ന് കഴുകിയെടുക്കുകയാണ്. പച്ചയൊന്നും ഇടാൻ പാടില്ല, ഉള്ളി വെള്ളം. ഓക്കെ, പച്ചയെല്ലാം ഞാൻ മാറ്റും ഇപ്പോൾ. സോ ഞാൻ എടുത്ത അലോവേറ ജെല്ലെല്ലാം വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് ഇവിടെ വെള്ളത്തിൽ കിടക്കട്ടെ. നമുക്ക് ഒട്ടും തന്നെ ചൊറിയാൻ പാടില്ലല്ലോ. ഇത് ചൊറിയുവാണെങ്കിൽ നമ്മളിങ്ങനെ എടുക്കുമ്പോഴേ കൈ ചൊറിയും. എനിക്ക് ചൊറിയുന്നൊന്നുമില്ല. എനിക്ക് അലോവേറ പൊതുവേ ചൊറിയും. മറ്റേ മഞ്ഞ കറയുണ്ടെങ്കിൽ അതാണ് നമ്മൾ ചൊറിച്ചിലുണ്ടാക്കുന്ന ഒരു സാധനം. ഇത് 10 മിനിറ്റ് വെള്ളത്തിൽ കിടക്കട്ടെ. അടുത്തായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് ഫ്ലാക്സ് സീഡാണ്. ഇത് മാത്രം പോരാ, അതിലേക്ക് നമുക്ക് കുറച്ച് പുതിന ലീഫില്ലേ, ഡ്രൈ പുതിന ലീഫാണ്. ഡ്രൈ ആയിട്ട് ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ ഒട്ടും മോയ്സ്ചറൈസർ കേടാകാതിരിക്കാൻ വേണ്ടിയാണ്. ഇത് രണ്ടും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ബോയിൽ ചെയ്ത് കൊണ്ടുവരാം. നമുക്ക് 2 സ്പൂൺ ഫ്ലാക്സ് സീഡ് ഇടാം. നമ്മൾ എടുത്തിരിക്കുന്നത് 150 ഗ്രാം കറ്റാർ വാഴയുടെ ജെല്ലാണ്. ഫ്ലാക്സ് സീഡ് ഇട്ടു. അതിലേക്ക് കുറച്ച് ഡ്രൈ പുതിന ലീഫ്, മിൻറ്റ് ലീഫ്. ഇത് നമുക്ക് ഒരു 10 to 15 മിനിറ്റ്സ് തിളപ്പിച്ച് നോക്കാം. നല്ല ജെല്ലാകുന്നിടം വരെ, അതാണ് അതിൻ്റെ മെഷർമെൻറ്റ്. ഒരു 15 മിനിറ്റ്സ് ഞാൻ ബോയിൽ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് തണുക്കാൻ വയ്ക്കാം. നമുക്ക് വെള്ളത്തിൽ ഇട്ട അലോവേറ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം, ജ്യൂസാക്കണം. വെള്ളമില്ലാത്ത ജ്യൂസാണ് കേട്ടോ, ഇത് തന്നെ മൊത്തം വെള്ളമാണിത്. സോ ഇതിനെ നമുക്കൊന്ന് മിക്സി ജാറിലേക്ക് മാറ്റി ഒന്ന് അടിച്ചെടുക്കാം. ഞാൻ ഇതിനെ എല്ലാം കൂടെ മിക്സി ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് ജ്യൂസാക്കി കൊണ്ടുവരാം. വെള്ളമില്ലാതെ അടിച്ചെടുക്കണം. ഞാൻ ഈ ആലോവേറ നല്ല ജ്യൂസാക്കിയിട്ടുണ്ട്. നമുക്കിതിനെ ഒരു തുണിയിലോട്ട് അരിച്ച് നല്ല ഫൈനായിട്ടുള്ള ജ്യൂസായിട്ട് എടുക്കാം. ഒരു തുണിയിൽ, കോട്ടൺ തുണി ഏതെങ്കിലും ഒരു തുണിയിൽ നമുക്ക് ഇത് അരിച്ചെടുക്കാം. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അലോവേറ ജ്യൂസ് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ നമുക്കൊരു 20 മിനിറ്റ്സ് ഇങ്ങനെ ചൂടാക്കണം. ഡയറക്റ്റ് ഹീറ്റാക്കല്, നമ്മളിങ്ങനെ വെള്ളം വെച്ച് അതിനകത്ത് ഇറക്കി വെച്ച് ചൂടാക്കണം. അല്ലെങ്കിൽ അതിൻ്റെ വിറ്റമിൻസ് എല്ലാം, അതിൻ്റെ ആൻറ്റി ഓക്സിഡൻസും എല്ലാം, എല്ലാ ഗുണങ്ങളും നമുക്ക് പോകും. നമ്മളുടെ അലോവേറ ജെൽ പാകമായിട്ടുണ്ട്. ഈ മേളി വരുന്ന ഈ ഒരു പതയൊക്കെ നമുക്ക് ഇങ്ങോട്ട് മാറ്റാം. കറക്റ്റായിട്ട് 10 മിനിറ്റ് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ നമ്മളിതിനെ ചൂടാക്കിയിട്ടുണ്ട്. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫ്ലാക്സ് സീഡ് പുതിന അത് നമുക്ക് തുണിയിലിട്ട് നിന്ന് അരിച്ചെടുക്കാം. ഇത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫ്ലാക്സ് സീഡ് ആൻഡ് മിൻറ്റും കൂടെയുള്ള ജെല്ലാണ്. ഇതിലേക്ക് നമുക്ക് അലോവേറ ജെൽ ആഡ് ചെയ്യാം. നല്ല ചൂടാണ്, സൂക്ഷിച്ചൊഴിക്കണം. ചൂടോടെ തന്നെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അലോവേറ ജെല്ലും നമ്മുടെ ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ലും മിൻറ്റ് വെച്ച് മിക്സ് ചെയ്തുണ്ടാക്കിയതും കൂടെ നന്നായിട്ട് ഇളക്കുക. ഇതിപ്പോൾ നല്ല ചൂടാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് നല്ല ഫൈൻലി പൗഡറാക്കിയ സാൻഡൽവുഡ് പൗഡർ ഇടാം.
ഇതാണ് സാങ്താങ് ഗം എന്ന് പറയുന്നത്. ഇത് ഫെർമെൻറ്റഡ് ഷുഗറിൽ നിന്നുണ്ടാക്കിയ ഒരു സാധനമാണ്. ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും. ഇതും കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇത്ര മതിയാവും. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർക്കാം. സാൻഡൽവുഡ് പൗഡർ ഇട്ട് ഞാൻ ബീറ്റർ വെച്ചൊന്ന് ബീറ്റ് ചെയ്തെടുത്തു. ഇതിലേക്ക് ഒരു 10 ഡ്രോപ്പ് കോക്കനട്ട് ഓയിൽ ഒഴിക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് ഒരു 5-6 ഡ്രോപ്പ് ജോജോബ ഓയിൽ ഒഴിക്കാം. ജോജോബ ഓയിൽ വേണമെങ്കിൽ ഒഴിച്ചാൽ മതി, ഓപ്ഷനിലാണ്. പിന്നെ കോക്കനട്ട് ഓയിൽ നിങ്ങളുടെ സ്കിൻ വളരെ സെൻസിറ്റീവ് ആണെങ്കിൽ കോക്കനട്ട് ഓയിൽ അവോയ്ഡ് ചെയ്യുക. ജോജോബ ഓയിൽ മാത്രം മതിയാവും. അടുത്തായിട്ട് വേണ്ടത് കുറച്ച് ഗ്ലിസറിനാണ്. വെജിറ്റബിൾ ഗ്ലിസറിൻ തന്നെ വാങ്ങിക്കാനായിട്ട് മറക്കരുത്. ഇതിങ്ങനെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 3 hours മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും നല്ല ജെല്ല് മാതിരി ആയിട്ടുണ്ടാവും. നമുക്കിതൊരു കണ്ടെയ്നറിലേക്ക് മാറ്റി ആറാൻ സെറ്റാകാൻ മാറ്റി വയ്ക്കാം. ഇത്രയും അലോവേറ ജെൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഓൾമോസ്റ്റ് ഒരു 200 ഗ്രാമിന് മേളിലുണ്ടാവും, 250 ഒക്കെ ഉണ്ടാവും. സോ ഇത് നമ്മൾ ആറാനായിട്ട് വയ്ക്കുകയാണ്. ഒരു 3 hours കഴിഞ്ഞിട്ട് നമുക്ക് വന്ന് നോക്കാം ഇതെങ്ങനെയുണ്ടെന്ന്. നമ്മുടെ മോയ്സ്ചറൈസർ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഞാൻ കാണിക്കാം. നല്ല സാൻഡൽവുഡിൻ്റെ സ്മെല്ലൊക്കെ ആയിട്ട് ഒട്ടും തന്നെ കെമിക്കലില്ലാത്ത സാന്താങ് ഗം എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇതുണ്ടോ, നല്ല ക്രീമി ആയിട്ട് ഓൾമോസ്റ്റ് ഒരു 200 മില്ലി ഉണ്ട് കേട്ടോ. നല്ല സോഫ്റ്റായിട്ടുള്ള ക്രീമാണ്. മോയ്സ്ചറൈസർ നല്ല സാൻഡൽവുഡിൻ്റെ സ്മെല്ലുണ്ട്. സോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ, ഞാൻ കുറച്ച് കയ്യിലിട്ട് കാണിക്കാം. ആവശ്യമുള്ള അത്ര മാത്രം ഒരു കണ്ടെയ്നറിലോട്ട് മാറ്റിയിട്ട് എന്താണോ നിങ്ങൾ മീഡിയം ഉപയോഗിക്കുന്നത് അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ക്ലീൻ ഫേസിൽ അപ്ലൈ ചെയ്യാൻ ഒരിക്കലും മറക്കരുത്, അല്ലെങ്കിൽ മുഖക്കുരു വരും. നിങ്ങൾക്കിത് റിങ്കിൾസ് മാറാനും ഫൈൻ ലൈൻസ് മാറാനും ഒക്കെ ബെസ്റ്റാണ്. ഇതിൽ ഫ്ലാക്സ് സീഡ് ഉണ്ട്, അതിനെല്ലാം ബെസ്റ്റാണ്. പുതിന വന്ന് നല്ല നമ്മുടെ സ്കിൻ ക്ലിയർ ആക്കി നമ്മുടെ സ്കിന്നിലുള്ള മാർക്കിനെയൊക്കെ മാറ്റുന്നതാണ്. പിന്നെ നമ്മുടെ അലോവേറ ജെൽ, ഒരു സ്വർഗത്തിലെ പ്ലാന്റ് എന്നാണ് അലോവേറ ജെല്ലിനെ ശരിക്കും പറയുന്നത്. അത്രയ്ക്കും നമ്മളുടെ ബ്യൂട്ടിയിലും ഹെൽത്തിലും ഒക്കെ ഒരു ബെനിഫിറ്റുള്ള തരുന്ന ഒരു നല്ല ഒരു സ്കിൻ കെയർ പ്രോഡക്റ്റാണ്. ഉപയോഗിച്ച് നോക്കൂ, ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്കൂ, ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയൂ എങ്ങനെയാണെന്ന്. സാൻഡൽവുഡ് പൗഡർ ഞാൻ ഇട്ടിട്ടുണ്ട്. അതും നമ്മുടെ സ്കിന്നിലേക്ക് വളരെ നല്ലൊരു സാധനമാണ്. ഞാൻ ചോപ്പ് സ്റ്റിക്കിലുണ്ടായിരുന്നത് മാത്രം എൻ്റെ കയ്യിലിടുവാണ്. ഇത്ര തന്നെ മതിയാകും നിങ്ങൾക്ക് മുഖത്തിൽ ഒന്നിടാനായിട്ട്. വേണമെങ്കിൽ കുറച്ചും കൂടി ഇട്ടോളൂ. എന്നിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ബാക്കിയുള്ളതെല്ലാം ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാൻ നമ്മുടെ മോയ്സ്ചറൈസർ കയ്യിലിട്ടിട്ടുണ്ട്. നല്ല അടിപൊളിയാണ്. എന്താണെങ്കിലും നിങ്ങൾ ഒരു പാച്ച് ടെസ്റ്റ് നടത്താതെ ഇട്ട് നോക്കണ്ട. എന്താണെങ്കിലും എന്ത് തന്നെ, ഇപ്പം നിങ്ങൾ വെറുതെ ഒരു ഫോർ എക്സാമ്പിൾ ചന്ദനം ഏറ്റവും ഹാംലെസ് ആയിട്ടുള്ളൊരു സാധനം, റോസ് വാട്ടർ, അതൊക്കെ തന്നെയും ഇടുവാണെങ്കിലും ഒരു പാച്ച് ടെസ്റ്റ് നടത്തുന്നത് നല്ലത് തന്നെയാണ്. ഓക്കെ, സോ ഇത് വളരെ നല്ലതാണ്. നല്ല സാൻഡൽവുഡിൻ്റെ സ്മെല്ലുള്ള നല്ല അടിപൊളി മോയ്സ്ചറൈസറാണ്. ആൻറ്റി ഏജിങ്ങിനും റിങ്കിൾസിനും നല്ല സ്കിൻ ഗ്ലോയ്ക്കും എല്ലാത്തിനും നമ്മൾ ചേർത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും അത്രയ്ക്ക് അടിപൊളിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയും. നമ്മൾ ജെല്ലെടുത്തതിൻ്റെ ബാക്കി അലോവേറയുടെ സ്കിന്നാണിത്. ഇതുകൊണ്ട് നമുക്ക് നല്ലൊരു ആൻറ്റി ഏജിങ് മസാജ് മെഡിസിൻ ഉണ്ടാക്കാം. നമുക്ക് ഈ അരിഞ്ഞ് അലോവേറ ഒരു ബൗളിലോട്ടാക്കാം. ഇതിലേക്ക് കുറച്ച് പ്ലെയിൻ വിനാഗിർ ഒഴിക്കാം. നമുക്ക് മിക്സ് ചെയ്യുന്നതിനകത്ത് കുറച്ചും കൂടെ നമുക്ക് ഒഴിക്കാം. വിനാഗിരി ഒഴിച്ച് നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിനെ ഒരു കണ്ടെയ്നർ അതോട്ട് മാറ്റാം.
ഞാനതിനെ ഈ ജാറിനകത്തോട്ടാക്കി ഇത് നമുക്ക് അടച്ചൊരു 3 days തൊടണ്ട, അധികം ഹീറ്റ് ആകാത്ത ഒരു പ്ലേസിൽ 3 days വെച്ചിട്ട് എടുത്ത് നോക്കാം. നമ്മൾ ലാസ്റ്റ് അലുവേറയുടെ തോല് വിനാഗിരിലിട്ട് വെച്ചിരുന്നു ഒരു 3 days കഴിഞ്ഞ് നോക്കാൻ വേണ്ടി. അതാണിത്. ഇതിങ്ങനെ ഒരു കളർ മാറി ഇങ്ങനെ ആവും. ഇതിൻ്റെ ഈ ജ്യൂസ് നമുക്ക് കയ്യിൽ തേച്ചാൽ കൈയുടെ ചുളിവുകളും കാലിൻ്റെ ചുളിവുകളും ഒക്കെ മാറുന്നതാണ്. സോ ഇത് നിങ്ങൾക്ക് കയ്യിൽ കാലിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഞാനിത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് കാണിക്കാം. കുറച്ച് ജ്യൂസ് എടുക്കുക, കയ്യിലേക്ക് ഇങ്ങനെ നിങ്ങൾക്ക് എത്ര വേണോ അത്ര എടുത്ത് ഇറ്റിച്ച് കൊടുക്കുക. എന്നിട്ട് ഫൈൻ ലൈൻസ്, നിങ്ങൾക്ക് റിങ്കിൾസ് ഒക്കെ ഉള്ള സ്ഥലത്ത് കയ്യിലും കാലിലും കഴുത്തിലും ഒക്കെ ഇത് തേക്കാവുന്നതാണ്. കഴുത്തിലുണ്ടാകുന്ന കറുപ്പിനും കൈയുടെ ഒക്കെ ഉണ്ടാകുന്ന കറുപ്പിനും നിങ്ങളുടെ റിങ്കിൾസിനും ഫൈൻ ലൈൻസിനും ഒക്കെ അടിപൊളിയാണ്. ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ ഈ കണ്ട മോയ്സ്ചറൈസറും പിന്നെ നമ്മൾ ആൻറ്റി റിങ്കിൾ ഒരു സിറം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സിറം കയ്യിലെ ചുളിവുകൾക്കും കാലിലെ ചുളിവുകൾക്കും കഴുത്തിലെ കറുപ്പിനും നമുക്ക് എവിടെ മുഖത്ത് ചുളിവുകൾക്ക് അത് അപ്ലൈ ചെയ്യേണ്ട, കയ്യിലെ കാലിലെയും ചുളിവുകൾക്ക് അപ്ലൈ ചെയ്യാനുള്ളതാണ്. മുഖത്ത് ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല ഇതുവരെ. ഞാനത് കയ്യിലും കാലിലും ഒക്കെയാണ് അപ്ലൈ ചെയ്യുന്നത്. കഴുത്തിലെ ബ്ലാക്ക് ലൈനൊക്കെ കഴുത്തിൽ വീഴത്തില്ലേ, ചിലരുടെ കഴുത്തൊക്കെ ചുമ്മാ അനാവശ്യമായിട്ട് ബ്ലാക്ക് ആകും. അങ്ങനെയുള്ള അത് മെയിനായിട്ട് ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് ഉണ്ടാകുന്നതാണ്. അല്ലാതെ തന്നെ സ്കിൻ റഫായിട്ട് ചെയിനൊക്കെ നമ്മൾ ഇടുമ്പോഴത്തേക്കും നമ്മുടെ കഴുത്ത് ചിലപ്പം ബ്ലാക്ക് ആകും. അങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ, അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ നിങ്ങൾക്ക് ആ സിറം അലുവേറ വിനാഗിരി സിറം നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കാവുന്നതാണ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കിയ ഈ 2 പ്രോഡക്റ്റുകളും നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ ഉണ്ടാക്കി നോക്കൂ. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ കെമിക്കലുകളില്ലാത്ത ഒരു അടിപൊളി മോയ്സ്ചറൈസറും ഒരു ആൻറ്റി ഏജിങ് റിങ്കിൾ ഫ്രീ ആക്കുന്ന, സ്കാർസ് ഫൈൻ ലൈൻസ് ഒന്നും ഇല്ലാതാക്കുന്ന ഒരു സിറമാണ് നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ സിറം കൈക്കും കാലിനും കഴുത്തിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക. പിന്നെ മോയ്സ്ചറൈസർ നിങ്ങൾക്ക് തലയിലും ഉപയോഗിക്കാം, നിങ്ങൾക്ക് ബോഡിയിലും ഫേസിലും ഒക്കെ ഉപയോഗിക്കാം. പാച്ച് ടെസ്റ്റ് നടത്തി നോക്കാൻ മറക്കരുത്. സോ ഈ മോയ്സ്ചറൈസറുകൾ നിങ്ങൾ ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ അടുത്ത് എഴുതി അറിയിക്കാൻ മറക്കരുത്. പിന്നെ എപ്പോഴും ഞാൻ പറയുന്നത് പോലെ എന്നെയും നിങ്ങളുടെ കൂടെ കൂട്ടിയിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എപ്പോഴും നിങ്ങൾ എൻ്റെ കൂടെ കാണും എന്നുള്ള വിശ്വാസത്തോടെ അടുത്ത വീഡിയോയിൽ കാണാം.